പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദ വിക്രമിനോട് യാത്ര പറയുന്നുണ്ട്. വിക്രം, നിനക്കെന്നെ ഇഷ്ടമല്ലായിരിക്കാം, പക്ഷെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഞാനിനി പോകുന്നത് താൽക്കാലികമായിട്ടാണ്. നീ എന്നെ ഒരുപാട് മിസ് ചെയ്യും. ഒരു സമയത്ത് നീ എന്നെ ഓർത്ത് ദുഃഖിക്കും എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ഞാൻ പോവാണ്, നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞ് ബാഗും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് വേദ. ഇതേസമയം വിനയന് വേദയുടെ ഒരു സഹതാപം തോന്നുന്നു. വിനയൻ ഓടി വന്ന് വേദയുടെ ബാഗ് എടുത്തുകൊണ്ട് പറയുന്നുണ്ട്, വേദേ, ഞാൻ വണ്ടി വിളിച്ചു തരാം, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ പോകുന്ന ഒരു ഓട്ടോ വിളിച്ച് ഓട്ടോയിലേക്ക് ബാഗെല്ലാം കയറ്റി വെച്ച് യാത്ര അയക്കുകയാണ് വേദയെ. അങ്ങനെ വേദ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ വിവാഹം കഴിഞ്ഞ അമ്പലത്തിൽ അടുത്തെത്തിയപ്പോൾ വേദ അങ്ങോട്ടേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. വേദ ദേവിയുടെ മുന്നിൽ ഒരുപാട് സങ്കടത്തോടു കൂടി രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് ഒരുപാട് സങ്കടത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ദേവി, നിന്റെ സന്നിധിയിൽ വെച്ചിട്ടാണ് വിക്രം എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. പക്ഷേ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു എൻ്റെ വിക്രമിനെ എൻ്റെ പരിധിക്ക് എനിക്ക് വരുത്താൻ പറ്റും, നല്ല സ്വഭാവത്തോടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷേ എല്ലാം വിഫലമായി. ഇനി ഒന്നും നടക്കത്തില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ദേവിയുടെ തീരുമാനം ഇതായിരുന്നോ, ഞങ്ങൾ തമ്മിൽ പിരിയുക എന്നത്? എങ്കിൽ എന്തിനാ വേണ്ടിയാണ് ഞങ്ങൾ ഒന്നിപ്പിച്ചത് എന്നൊക്കെ എങ്ങനെ ചോദിക്കുന്നുണ്ട് വേദ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വേദ അങ്ങനെ നിൽക്കുന്നുണ്ട് കുറച്ച് നേരം പ്രാർത്ഥിച്ചുകൊണ്ട്. എന്നിട്ട് കഴുത്തിലുള്ള താലിമാല വളരെ സങ്കടത്തോടു കൂടി തന്നെ വേദ ഊരാൻ വേണ്ടി ശ്രമിക്കുന്നിടയിൽ ഒരു സ്വാമിജി അങ്ങോട്ടേക്ക് വന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, കുട്ടി, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് മാത്രമേ കഴുത്തിൽ നിന്നും ഈ താലിമാല ഊരാനുള്ള അവകാശമുള്ളൂ. ഒരിക്കലും ഇത് കഴുത്തിൽ നിന്നും ഊരരുത്. കുട്ടിയുടെ സങ്കടമെല്ലാം എനിക്കറിയാം എന്ന് പറയുന്ന സമയത്ത് വേദ പറയുന്നുണ്ട്, ഇല്ല, എല്ലാം അവസാനിച്ചു, എല്ലാം അവസാനിച്ചിരിക്കുന്നു. എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എല്ലാം ശരിയാവുമെന്ന്. ഇനി ആ പ്രതീക്ഷയില്ല. എനിക്കിതിവിടെ ഉപേക്ഷിച്ച് പോവേണ്ടി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും താലി ഊരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് സ്വാമിജി വീണ്ടും പറയുന്നുണ്ട്, ഏയ് അരുത് കുട്ടി, അത് ഊരരുത്. എല്ലാം അവസാനിച്ചു എന്ന് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അത് ദൈവത്തിൻ്റെ തീരുമാനമല്ലല്ലോ. ദൈവം ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നീ ധൈര്യത്തോടെ പോ, എല്ലാം ശരിയാവും, നിന്റെ പ്രശ്നങ്ങളെല്ലാം ശരിയാവും, ഇവിടെ നിന്നും തിരിച്ചു പോ എന്ന് പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്നും സ്വാമിജി തിരിച്ചയക്കുന്നുണ്ട്. വേദ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതും ശ്രീജ ഒരുപാട് മൂഡ് ഓഫ് ആയിരിക്കുന്നത് കണ്ട് കമലാമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്? നിനക്കെന്തു പറ്റി? അവൾ പോയില്ലേ, വീട് വിട്ട് ഇറങ്ങി. ഇനി അവൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവളുടെ ചേട്ടൻ ഈ കേസിൽ നിന്നും പിൻവലിച്ച് നമ്മുടെ മകനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. നീ എന്തിനാ അവിശ്വത്തെ ഓർത്താണോ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അല്ല അമ്മേ, ഞാനിപ്പോൾ ആലോചിക്കുന്നത് വേദയെക്കുറിച്ചാണ്. അവൾ എൻ്റെ ജീവിതത്തിനും വേണ്ടി അവളുടെ ജീവിതമല്ലേ ഉപേക്ഷിച്ച് പോയിരിക്കുന്നത്. ഞാനായിരുന്നു അവളുടെ സ്ഥാനത്തെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. എനിക്ക് വലുത് എൻ്റെ ഭർത്താവ് തന്നെയാണ്. പക്ഷേ അവൾ അതല്ലല്ലോ ചെയ്തത്. അവളുടെ ജീവിതം ഇവിടെ വെച്ച് അവസാനിച്ചില്ലേ. എനിക്കതിൽ ഒരുപാട് സങ്കടമുണ്ടെന്ന് പറഞ്ഞ് ശ്രീജ കരയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മുടെ നന്ദിനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഈ വാക്കുകൾ കേട്ടതും നന്ദിനി പറയുന്നുണ്ട്, ഈ ചേച്ചിക്ക് എന്താ വട്ടാണോ? അവൾ പോയതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ഇത് കേൾക്കുന്ന വിനയം പറയുന്നുണ്ട്, നന്ദിനി നീ മിണ്ടാതിരിക്കേ, സിറ്റുവേഷൻ മോശമാണ് കേട്ടോ എന്ന് പറഞ്ഞ് നന്ദിനിയുടെ വായടപ്പിക്കുന്നുണ്ട്. വിശ്വത്തിൻ്റെ കേസിൻ്റെ വിധി വരുന്ന ദിവസമായതുകൊണ്ട് തന്നെ എല്ലാവരും കോടതിയിലേക്ക് പോകുന്നുണ്ട്. വിക്രമിനെ കണ്ടതും ദർശൻ വേഗം വിക്രമിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് സോറി പറയാണ്. വിക്രം, സോറി കേട്ടോ, എനിക്ക് ഈ കേസിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു സത്യസന്ധമായ കേസായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തത്. പക്ഷേ ഞാൻ ഏറ്റെടുത്ത കേസൊന്നും ഇതുവരെ തോറ്റിട്ടില്ല. പക്ഷേ ഇതിൽ മാത്രം എനിക്ക് തോൽക്കേണ്ടി വരികയാണ്. എനിക്കിനി ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് സങ്കടത്തോട് കൂടെ പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇല്ല ദർശൻ സർ, നമ്മൾ തന്നെ ജയിക്കാൻ പോകുന്നത്. വേദ വീട്ടിലേക്ക് മടങ്ങി ചെന്നാൽ നമ്മുടെ ചേട്ടൻ്റെ കേസ് പിൻവലിക്കാം എന്നല്ലേ അവളുടെ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അവൾ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, എല്ലാം ശരിയാവും എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ദർശൻ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത്. ഇത് കേൾക്കുന്ന ദർശൻ പറയുന്നുണ്ട്, വിക്രം, അവൾ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നീ അവളെ സ്നേഹിക്കുന്നില്ലെങ്കിലും. എന്നാൽ രാജേട്ടൻ ദർശനോട് പറയുന്നുണ്ട്, ദർശൻ സാർ, അവൾ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ ഉടനെ നിങ്ങളുടെ വിവാഹമുണ്ടാവും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദർശൻ പറയുന്നുണ്ട്, ഒരു വിവാഹമെന്ന് പറയുമ്പോൾ രണ്ട് മനസ്സുകൾ തമ്മിലുള്ള അടുപ്പം കൊണ്ടുണ്ടാവേണ്ടതാണ്, അല്ലാതെ നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ടതല്ല. വേദയ്ക്ക് ഒരിക്കലും എന്നെ അംഗീകരിക്കാൻ കഴിയില്ല.
സത്യം പറഞ്ഞാൽ ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നു. വിക്രം, ഞാനീ പറയുമ്പോൾ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇല്ല സാർ, എനിക്കെന്തിനാ ദേഷ്യം വരേണ്ടത്, എനിക്ക് ദേഷ്യമൊന്നും വരില്ല. അപ്പോൾ ദർശനും പറയുന്നുണ്ട്, എനിക്കറിയാം, എങ്കിലും ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഒരുപാട് അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവൾ എന്നെ സ്നേഹിക്കുന്നില്ല. അവൾ സ്നേഹിക്കുന്നത് ഇതാ ഈ നിൽക്കുന്ന വിക്രത്തെയാണ്. വിക്രം, നീ ഒരു ഭാഗ്യവാനാ. നീയൊരു ഗുണ്ടയാണെങ്കിലും ഈ ഗുണ്ടയായ അവൾ ഒരുപാട് സ്നേഹിക്കുന്നത് നീ ഭാഗ്യവാനാണെന്ന് പറയുകയാണ് ദർശൻ. ഇത് കേട്ട് വിക്രം ആകെ അപ്സെറ്റായി നിൽക്കുകയാണ്. എന്നെങ്കിലും ഒരിക്കൽ അവൾ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞ് നിങ്ങളുടെ ഒന്നിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എനിക്കുണ്ടെങ്കിൽ ഞാൻ അവൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും വിക്രം എന്ന് പറയുമ്പോൾ വിക്രം ഇത് കേട്ട് ദർശനോട് പറയുന്നുണ്ട്, ദർശൻ സാർ, ഞാൻ നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിക്കുക കേട്ടോ. അതിനെന്താ, ഇങ്ങ് വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും നന്നായി ഹഗ് ചെയ്യാണ്. പിന്നീട് ജഡ്ജ് വരുന്നുണ്ട്. ജഡ്ജ് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് പിറകിൽ നിന്നും, സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് സൗണ്ട് കേട്ട് എല്ലാവരും പിറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. അത് നമ്മുടെ ശ്രീ ആയിരിക്കും, വേദയുടെ ചേട്ടൻ. വേദയുടെ ചേട്ടൻ വിക്രമിനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക കേട്ടോ. വിക്രമാണെങ്കിൽ ഒരു പുഞ്ചിരിയോട് കൂടിയാണ് ശ്രീയെ നോക്കുന്നത്. അങ്ങനെ ശ്രീ പ്രതിക്കൂട്ടിലേക്ക് കയറി നിൽക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ വേദയും ബാഗുമെല്ലാം എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. വേദയെ കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. വീട്ടിലേക്കാണെന്നും പറഞ്ഞു പോയ വേദ നേരെ കോടതിയിലേക്കല്ലേ വന്നിരിക്കുന്നത്. ഇവളെന്താ ഇവിടെയെന്ന് നമ്മുടെ നന്ദിനി നിന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്താടി വീട്ടിലേക്ക് പോയിട്ട് ഇങ്ങോട്ടെങ്ങനെ മടങ്ങി വന്നോ, ഞങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി വീണ്ടും വന്നതായിരിക്കും എന്നും പറയുന്നുണ്ട്. വേദ ഉള്ള കാര്യം തുറന്ന് പറയുന്നുണ്ട് വിക്രമിൻ്റെ അടുത്ത്. ഞാൻ ആഗ്രഹം കൊണ്ട് വന്നതൊന്നുമല്ല. എൻ്റെ സ്വാമിജി അമ്പലത്തിൽ കയറിയപ്പോൾ സ്വാമിജി പറഞ്ഞു വീട്ടിലേക്ക് തിരിച്ചു പോകാൻ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് ശ്രീയോട് ജഡ്ജ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ശ്രീ പറയുന്നുണ്ട്, ഞാൻ ആദ്യം മാപ്പ് പറയുകയാണ്. ഇങ്ങനെയൊരു കേസിൽ കോടതിയുടെ വിലപ്പെട്ട സമയം കളഞ്ഞതിന് മാപ്പ് ചോദിക്കുന്നു. ഈ കേസ് ഞാൻ പിൻവലിക്കുകയാണ്. ഈ കളഞ്ഞുപോയി എന്ന് പറയുന്ന ക്യാഷ് എൻ്റെ കാറിൽ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ അശ്രദ്ധ കൊണ്ടാണ് എനിക്കത് കാണാൻ പറ്റാതിരുന്നത്. അത് എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നന്നായി വഴക്കി പറയുന്നുണ്ട് ശ്രീയെ. പണിഷ്മെൻറ്റും കൊടുക്കുകയാണ്. കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കിയതിന് പിഴയായി 50 ലക്ഷം രൂപയും ഒരു വൃദ്ധസദനത്തിൽ 2 മണിക്കൂർ ജോലി ചെയ്യണമെന്നുള്ള ഒരു പണിഷ്മെൻറ്റാണ് ശ്രീക്ക് കൊടുക്കുന്നത്. പിന്നീട് പറയുന്നുണ്ട് ഈ ചേട്ടനോട് മാപ്പ് ചോദിക്കണമെന്ന് പറയാണ്. വിഷത്തിനെ 2 ദിവസം ജയിലിലിട്ടതിന് ഈ തെറ്റ് പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കണമെന്ന് പറയുന്നുണ്ട് കോടതി. അങ്ങനെ അത് സമ്മതിച്ചുകൊണ്ട് അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തിറങ്ങിയ സമയത്ത് തന്നെ ശ്രീ മാപ്പ് ചോദിക്കുകയാണ് വിഷത്തിൻ്റെ അടുത്ത്. ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട്. മാപ്പ് പറയുന്ന സമയത്ത് ശ്രീയുടെ മുഖം ചുമന്ന് തുടുക്കുക കേട്ടോ. നമ്മുടെ വിക്രമിനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. നിന്നെ ഞാൻ കണ്ടോളാമെടാ എന്നുള്ള മട്ടിലാണ് ശ്രീ നോക്കുന്നത്. എന്നാൽ വിക്രമാണെങ്കിലോ എൻ്റെ ചേട്ടനെ ദ്രോഹിച്ചതിന് പകരം വീട്ടുകയാണ് വിക്രം ചെയ്യുന്നത്. എന്നാൽ രാജേട്ടനും മണിയൻകുട്ടനും എല്ലാവരും വിക്രത്തിൻ്റെ അടുത്ത് ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, വിക്രം എന്ത് സംഭവിച്ചു? കഥയിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് വരാൻ എന്താ കാരണം? നമ്മുടെ ചേട്ടൻ ജയിലിലാവുമെന്ന് പേടിച്ചിട്ടല്ലേ ഇരുന്നിരുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു വിക്രം, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ഒരു ട്വിസ്റ്റ് നടന്നിട്ടുള്ള കാര്യം വിക്രം ഇവരോട് പറയുന്നത്. തലേ ദിവസം രാത്രി വിക്രമം വേദയും കൂടി ഓഫീസിൽ മതിലെല്ലാം ചാടിക്കടന്ന് പോയ നേരത്ത് അതിനുള്ളിൽ ലോക്കറിൽ നോക്കുന്ന സമയത്ത് വേദ ഒരു ബോക്സ് ഇരിക്കുന്നതേ കാണുന്നുള്ളൂ. ആ ബോക്സിനുള്ളിൽ തുറക്കാൻ വേണ്ടി വിക്രം പോകുന്ന സമയത്ത് വേദ പറയുന്നുണ്ട്, ഏയ് അത് തുറക്കണ്ട, അതിനുള്ളിലേ എൻ്റെ ചേച്ചിയുടെ ആഭരണങ്ങളായിരിക്കും, നമുക്ക് തിരിച്ചു പോകാം, ഇതിൽ ക്യാഷ് ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് മടങ്ങിപ്പോരാൻ വേണ്ടി നിന്നത്. അങ്ങനെ വേദ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വിക്രം അല്പസമയം ആ റൂമിൽ ചിലവഴിക്കുന്നുണ്ട്. ആ ചിലവഴിക്കുന്ന സമയത്ത് വിക്രം ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ തിരിഞ്ഞുപോയി വേദ ലോക്കറിൻ്റെ നമ്പർ അമർത്തുന്നത് വിക്രം ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ നമ്പർ വീണ്ടും അമർത്തിക്കൊണ്ട് അതിനുള്ളിലെ ബോക്സ് വിക്രം തുറന്നു നോക്കുകയാണ്. ഇതേ സമയം അതിൽ കുറച്ച് ഫോട്ടോസാണ് വിക്രം കാണുന്നത്.
വേദയുടെ ചേട്ടനും മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള വളരെ മനോഹരമായ ഫോട്ടോസാണ് അതിലിരിക്കുന്നത്. അതിൽ കുറച്ച് സ്വർണവും ഉണ്ടായിരിക്കും. അങ്ങനെ വിക്രം വേഗം തന്നെ അതിലുള്ള ഫോട്ടോസ് എടുത്ത് തൻ്റെ പോക്കറ്റിലിടുന്നുണ്ട്.